ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എന്റെ ജോബ് റിസൈൻ ചെയ്ത് വന്ന സമയത്ത് എന്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. അതിന് പക്ഷെ ഒരുപാട് എനിക്ക് ചിന്തിക്കേണ്ടതായിട്ടൊന്നും വന്നില്ല കേട്ടോ. ടോക്ക് വിത്ത് ആഷ് എന്ന ടൈമിൽ ക്യാബിൻ ക്രൂ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ ആ സമയം കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും പ്രൗഡ് ആൻഡ് സന്തോഷമായിട്ട് വന്ന ഒരു കാര്യം, വെറും ഒരു 1 hour ക്ലാസ് കൊണ്ട് തന്നെ ഒത്തിരി പേര് ക്യാബിൻ ക്രൂ ആയിട്ട് തന്നെ ജോബിൽ കയറി. ഇന്ന് ഇൻഡിഗോയിൽ നിന്നാണ് ഇറങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനുശേഷം തുടങ്ങിയ ആർ സിഗ്നേച്ചർ ഏവിയേഷൻ അക്കാദമിക്ക് വേണ്ടിയാണ്. ഒരു വർഷം കൊണ്ട് തന്നെ ഒത്തിരി കുട്ടികളാണ് ക്യാബിൻ ക്രൂ, ഗ്രൗണ്ട് സ്റ്റാഫും ഒക്കെ ആയിട്ട് നമ്മളുടെ അക്കാഡമിയിൽ നിന്ന് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഇന്നത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേയും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു നിങ്ങൾ കണ്ടത്. 11 വർഷത്തെ സർവീസിൽ നിന്ന് അനു ഇറങ്ങിയപ്പോൾ ആളുടെ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട്. ഞാൻ അപ്പോൾ പറഞ്ഞൊരു കാര്യം, മറ്റൊരു സിഇഒയ്ക്ക് വേണ്ടിയിട്ട് 11 വർഷത്തോളം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫായിരുന്നു ആള്. ഞാനൊരു ലീവ് ചോദിക്കുമ്പോൾ പോലും ആൾ എന്നോട് പറയും ഞാനില്ലാതെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവില്ലടേത്. അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അനു, ആൾക്കും സ്വയമേ ഒരു തോട്ട് വന്നു, നമ്മളുടെ സ്വന്തം അക്കാഡമിയിലെ സ്റ്റുഡൻസിനെ നമ്മൾ തന്നെ കുറെ കൂടെ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്താലും അത്ര ശരിയാവില്ല. ഒരു കൊച്ചു സങ്കടത്തിനൊപ്പം ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ലൈഫിലുള്ളപ്പോൾ അതൊന്നും നമുക്ക് വലിയൊരു കാര്യമേ അല്ല. ഏതൊരു കാര്യത്തിനും ഞാൻ ആദ്യം ഓടിയെത്തുന്നത് അനുവിൻ്റെ അടുത്താണ്. തിരിച്ച് അനുവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും ഞങ്ങൾക്കിടയിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്തോ ഒരുപാട് പേർക്കൊക്കെ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇതുപോലൊരു ബ്ലഡ് റിലേഷനേക്കാളും അപ്പുറമുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ഒരുപാട് പേർക്ക് അതിൽ വിഷമവും പരിഭവങ്ങളും ഒക്കെ ഉള്ളതായിട്ട് നമ്മളും അറിയുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഓ ബോയ് ഓർ എ ഗേൾ, യു ക്യാൻ ബി മോർ ജെലസ് ഓഫ് അവർ അൺബ്രേക്കബിൾ ബോണ്ട്. ആൻഡ് യെസ്, നിങ്ങൾക്ക് കുറെ കൂടെ സ്പ്രെഡ് ചെയ്യാം റൂമേഴ്സ് ഒക്കെ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് മേക്സ് us അവർ ലൈഫ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സക്സസ്ഫുൾ. സത്യത്തിൽ ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് പേരുടെ ഇതുപോലുള്ള ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു റിപ്ലൈയെങ്കിലും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ അല്ലേ? അങ്ങനെ ഇന്നത്തെ ഡേയിലെ കുഞ്ഞൊരു സെലിബ്രേഷനും ഹാപ്പിനെസ്സും ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ടൈമും ഇവിടെ കഴിയാണ്. നൈറ്റ് ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതുപോലെ ഒന്ന് പുറത്തൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. സോ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് ഓരോ കാര്യങ്ങളിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.